صلاة وصيام وكذلك فرح وسرور والمتدين من تلقاه مبتسما حلوا كالنور. السلام عليكم ورحمة الله وبركاته. إن الحمد لله والصلاة والسلام على رسول الأمين وعلى آله وصحبه الفائزين بدع الله أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن هذا القرآن يهدي للتي هي أقوم. ഏറ്റവും സ്നേഹം നിറഞ്ഞ വേദിയിലിരിക്കുന്ന ശ്രോതാക്കളെ, ഖുർആൻ പഠിതാക്കളെ, ഇന്ന് ഈ വേദിയിൽ ആദ്യത്തെ സെഷനിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ 24-ാമത്തെ ജുസ്ഇലെ സംക്ഷിപ്തമാണ്. നമുക്കറിയാവുന്നതുപോലെ വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ തന്നെ വിജ്ഞാനീയങ്ങളുടെയും കൽപ്പനകളുടെയും നിർദ്ദേശങ്ങളുടെയും ഒരു കലവറയാണ്. അതിലെ ഒരു ജുസ് എന്ന് പറഞ്ഞാൽ 20ഓളം പേജുകൾ വരുന്ന ഒരു ഭാഗമാണ്. പ്രത്യേകിച്ചും 24-ാമത്തെ ജുസ്ഇൽ 40-ന് മുകളിലുള്ള വിഷയങ്ങൾ പ്രതിപാദിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ ശ്രദ്ധ ചെലുത്തിയിട്ടുള്ളത് വളരെ സുപ്രധാനമായിട്ടുള്ള ഈ ജുസ്ഇൽ പരാമർശിച്ച ചില വിഷയങ്ങളെക്കുറിച്ച് മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണർത്താൻ വേണ്ടിയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ജുസ് 24. ജുസ്ഇൻ്റെ പേര് ഫമൻ അദ്ലമു. ഈ ജുസ്ഇൽ അടങ്ങിയിട്ടുള്ള സൂറത്തുകൾ 3 എണ്ണമാണ്. സൂറത്തു സുമർ, അതുപോലെ തന്നെ സൂറത്തുൽ ഗാഫിർ, സൂറത്തു ഹാമീം സജദ. സൂറത്തു സുമർ 32 മുതൽ സൂറത്തുൽ ഫുസ്സിലത്ത് 46 വരെയാണ് ഈ ജുസ്ഇൽ ഉൾക്കൊള്ളുന്നത്. ഇതിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട ചില സൂറത്തിൻ്റെ പേരുകളുണ്ട്. വിശുദ്ധ ഖുർആൻ പരിശോധിക്കുകയാണെങ്കിൽ സൂറത്തുൽ ഗാഫിറിന് മറ്റൊരു പേര് കൂടി നമുക്ക് കാണുവാൻ സാധിക്കും, സൂറത്തുൽ മുഅ്മിൻ എന്നുള്ള ഒരു പേര്. അതുപോലെ തന്നെ അവസാനമായിട്ട് വരുന്ന സൂറത്തുൽ ഹാമീം സജദ, അതിന് മറ്റൊരു പേര് കൂടെ നമുക്ക് കാണുവാൻ സാധിക്കും, അതാണ് സൂറത്തുൽ ഫുസ്സില. ഈ ജുസ് വിഭാഗത്തിൽ ആകെയുള്ള ആയത്തുകളുടെ എണ്ണം എന്ന് പറയുന്നത് 185 വചനങ്ങളാണ്, അഥവാ ആയത്തുകളാണ്. ഇനി ഓരോ സൂറത്തുകളിലെയും ആയത്തുകളുടെ എണ്ണം. സൂറത്തു സുമർ 75 ആയത്തുകളാണ് അടങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ സൂറത്തുൽ ഗാഫിർ അല്ലെങ്കിൽ സൂറത്തുൽ മുഅ്മിൻ 85 ആയത്തുകളാണ്, വചനങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ സൂറത്തുൽ ഹാമീം സജദ അല്ലെങ്കിൽ സൂറത്തുൽ ഫുസ്സില, അതിൽ 54 ആയത്തുകളാണ് മൊത്തത്തിൽ അടങ്ങിയിട്ടുള്ളത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ 3 സൂക്തങ്ങളും അഥവാ ഈ 3 സൂറത്തുകളും അധ്യായങ്ങളും മക്കിയായിട്ടുള്ള സൂറത്തുകളാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് മക്കിയായ സൂറത്തുകളുടെ പ്രത്യേകത എന്നുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പ്രത്യേകത ഖസായിസ് സൂറത്തുൽ മക്കി എന്താണ്? തൗഹീദാണ്. തൗഹീദിനെ ഊന്നി പറഞ്ഞുകൊണ്ടുള്ള സൂറത്തുകളാണ് സൂറത്തുൽ മക്കി എന്ന് വേണമെങ്കിൽ നമുക്ക് ചുരുക്കത്തിൽ പറയാം. അതുപോലെ തന്നെ ഈ ജുസ്ഇലുള്ള ആകെയുള്ള വാക്കുകളുടെ എണ്ണം 3197 വാക്കുകളാണ്. സൂറത്തു സുമറിൽ 1177 വാക്കുകളും സൂറത്തുൽ ഗാഫിറിൽ 1226 വാക്കുകളും സൂറത്തുൽ ഫുസ്സിലയിൽ 794 വാക്കുകളുമാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഇനി സൂറത്തു സുമറിൻ്റെ ഉള്ളടക്കത്തിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. സൂറത്തു സുമർ നമ്മുടെ ജുസ്ഇലുള്ള അടങ്ങിയിട്ടുള്ള ആയത്തുകളുടെ ആരംഭം, തുടക്കം കുറിക്കുന്നത് 32-ാമത്തെ ആയത്ത് മുതലാണ്. സൂറത്തു സുമറിൽ 32-ാമത്തെ ആയത്ത് മുതൽ 40 ആയത്തുകൾ വരെയുള്ളതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു വിഷയമുണ്ട്. അതാണ്
അള്ളാഹുവിൻ്റെ അടിയാന്മാർക്ക് അവൻ തന്നെ മതി. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു. വിശുദ്ധ ഖുർആൻ അഥവാ മക്കി സൂറത്തായിട്ടുള്ള ഈ ഒരു സൂറത്തിൻ്റെ പ്രത്യേകത ഞാൻ ആദ്യമേ വിവരിച്ചു. തൗഹീദിൽ ഊന്നി നിൽക്കുന്ന സൂറത്താണിത്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, നിങ്ങൾക്കൊരല്ലാഹു പോരെ എന്ന ഏറ്റവും വലിയ പ്രാപഞ്ചികമായിട്ടുള്ള ചോദ്യം ചോദിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തൗഹീദിൻ്റെ ആ സ്ഥാനം സൂറത്തു സുമറിൽ എത്രത്തോളമുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ ഹൂദ് നബിയുടെ ജനതയെക്കുറിച്ചും ചില പരാമർശങ്ങളുണ്ട്. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുശ്രിക്കുകൾ നടത്തിയിട്ടുള്ള ചില ഭീഷണികൾ, മുഹമ്മദേ നിനക്ക് ഞങ്ങളുടെ ദൈവത്തിൻ്റെ എന്തെങ്കിലും ഒരു ദോഷം ബാധിക്കും എന്നുള്ള തരത്തിലുള്ള ഭീഷണികൾ ഈ ആയത്തുകളിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്, നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സത്യവിശ്വാസിക്ക് ഇതൊന്നും വകപോകില്ല എന്നുള്ള ഒരു അടിവരയായിട്ടുള്ള പ്രസ്താവന ഈ വചനങ്ങളിൽ നിന്ന് നമുക്ക് ഒപ്പിയെടുക്കുവാൻ സാധിക്കും. ഇനി ഉലൂഹിയത്തിൻ്റെ, അള്ളാഹുവിൻ്റെ ഉലൂഹിയത്തിന് അഥവാ തൗഹീദിൻ്റെ ഉലൂഹിയത്തിനെ കുറിച്ചുള്ള ഒരു പരാമർശം നമുക്ക് കാണുവാൻ സാധിക്കും. വല ഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള്, നമുക്ക് ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ നിന്നും പ്രത്യേകിച്ചും മക്കാ മുശ്രിക്കുകളോട് ചോദ്യം ചോദിച്ചാൽ, അഥവാ ആരാണ് ആകാശഭൂമികളെ പടച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പച്ച മലയാളത്തിൽ ഒരേ ഒരു സ്വരത്തിൽ പറയും ല യഖൂലന്ന അല്ലാഹ്, ഈ ആകാശഭൂമികളെ പടച്ചിട്ടുള്ളത് അള്ളാഹുവാണ്. പക്ഷേ എന്നിട്ടും അവരെങ്ങനെയായിരുന്നു? അവർക്ക് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ള പേര് മുശ്രിക്കുകൾ എന്നാണ്. എന്താണ് മുശ്രിക്കുകൾ എന്ന് പറഞ്ഞാൽ? ശിർക്ക് ചെയ്തവരാ. അവരിങ്ങനെ നേരിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഉത്തരവും. പക്ഷേ നിങ്ങൾ ആരൊക്കെ ആരാധിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ലിസ്റ്റ് എടുത്ത് മുന്നോട്ട് വെക്കുന്ന രൂപത്തിലായിരുന്നു അവരുടെ ജീവിതം എന്നുള്ളത് ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ 41 മുതൽ 45 വരെയുള്ള വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തെക്കുറിച്ച് അഭിസംബോധന ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ഈ ഭൂമിയിലേക്ക് പിറന്നു വീണിട്ടുള്ള നമ്മളെല്ലാവരും മരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അവസാനമായിട്ട് നമ്മൾ മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യും. അത് വിശുദ്ധ ഖുർആനിൽ വളരെ അടിവരയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, ഒരു വിഷയമാണ്. അതിൽ നിന്നും ആഴത്തിലായിക്കൊണ്ട് മരണവേളയിലും ഉറക്കിലും അള്ളാഹു ആത്മാവിനെ പിടിച്ചെടുക്കുന്നു എന്നുള്ള ഒരു വിഷയം സൂറത്ത് സുമറിലെ 41 മുതൽ 45 വരെയുള്ള വചനങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അള്ളാഹു മരിപ്പിക്കുന്നവരെ, അഥവാ മൗത്ത തവഫ എന്നൊക്കെ പറഞ്ഞാൽ പൂർണ്ണമായിട്ട് എടുക്കുക എന്നൊക്കെയാണ് അർത്ഥം. അങ്ങനെ അവൻ്റെ ഇഹലോകവാസം വെടിയുന്നതിനെ മരണം എന്ന് നമുക്ക് മലയാളത്തിൽ പറയാമെങ്കിൽ നമുക്ക് അതിന് ഡെഫിനിഷനായിക്കൊണ്ട് നിർവചനമായിട്ട് ഇങ്ങനെ പറയാം, അള്ളാഹു അവന് നൽകിയിട്ടുള്ള അവൻ്റെ ആത്മാവിനെ അള്ളാഹു തിരിച്ചെടുത്തു പൂർണ്ണമായി എന്നുള്ളത്. അതിനെക്കുറിച്ചുള്ള ഒരു പരാമർശം. അങ്ങനെ അള്ളാഹു ആത്മാവിനെ തിരിച്ചു നൽകുന്നതിനെക്കുറിച്ചും അള്ളാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നുണ്ട്. അത് ഏതാണ്? നമ്മളെല്ലാവർക്കും ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് തോന്നിയിട്ടുള്ള ഉറക്കത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. എന്താണ് ഉറക്കം? ഉറക്കം എന്ന് പറഞ്ഞാൽ ആ ഉറക്കത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനയെ ഒന്ന് നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മതി. എന്താണ്? ബിസ്മിക അല്ലാഹുമ്മ അമൂതു വ അഹ്യ, മരണത്തിന് ശേഷം എന്നെ ജീവിപ്പിച്ച അള്ളാഹുവിനാണ് എന്ത് സർവസ്തുതിയും എന്നുള്ളതാണ്. അതുപോലെ 2 റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും. ബിസ്മിക അല്ലാഹുമ്മ അമൂതു വ അഹ്യ എന്നും അതുപോലെ തന്നെ അഹ്യ വ അമൂതു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഉറങ്ങി എണീറ്റാലുള്ള പ്രാർത്ഥന അൽഹംദുലില്ലാഹില്ലദി അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ. ഈ പ്രാർത്ഥനകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, ഉറക്കത്തിൽ നിന്ന് ഉറങ്ങാൻ കിടക്കുകയാണെങ്കിൽ, നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റൂഹ് പിടിച്ചെടുക്കുകയാണ്. എന്നിട്ട് ചിലർക്ക് മാത്രമേ പിറ്റേ ദിവസം ഉണരാനുള്ള ആ ഒരു സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുള്ളൂ എന്നാണ് ഈ വചനങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു വിഷയം ഈ വചനങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്, വിഗ്രഹങ്ങളുടെ ശുപാർശ. മക്കാ മുശ്രിക്കുകളുടെ ഒരു വിശ്വാസമായിരുന്നു അവർ ആരാധിച്ചിരുന്ന, അള്ളാഹുവിന് പങ്കുകാരായിട്ട് വിശ്വസിച്ചിരുന്ന അല്ലെങ്കിൽ ആരാധിച്ചിരുന്ന പൂജിച്ചിരുന്ന വിഗ്രഹങ്ങൾ അവർക്ക് വേണ്ടി ശുപാർശ ചെയ്യുമെന്നുള്ള ഒരു വിശ്വാസം. അതിന്
അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പച്ചയായിട്ട് തകർത്ത് കളയുന്നതായിട്ട് ഈ വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തതായി സൂറത്ത് സുമറിൽ 41-45 വചനങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് പ്രതിപാദിച്ചിട്ടുള്ളത് മരണവേളയിലും ഉറക്കിലും 46 മുതൽ 52 വരെയുള്ള വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രാർത്ഥന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിക്കുന്നുണ്ട്. അഥവാ അള്ളാഹു പഠിപ്പിച്ചു നൽകിയ പ്രാർത്ഥനാ കീർത്തനം. അല്ലാഹുമ്മ ഫാത്തിരിസ് സമാവാതി വൽ അർള് എന്ന് തുടങ്ങുന്ന വചനത്തിലാണ്, ഇതിൻ്റെ തഫ്സീറിലാണ് ഈ പ്രാർത്ഥന ഉൾക്കൊണ്ടിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഥവാ ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി സുന്നത്ത് നമസ്കാരത്തിന് മുമ്പായിട്ട് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചതായിട്ട് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സൂറത്ത് സുമറിലെ 53 മുതൽ 60 വരെയുള്ള ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പാപികൾക്കായിട്ടുള്ള ഒരു ഹോപ്പ്, ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട്. എന്താണ് ആ പ്രതീക്ഷ? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. നിങ്ങൾ എന്ത് ചെയ്യരുത്? അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശരാവരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വന്തം ആത്മാവിനോട്, സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചവരെ കുറിച്ചാണ് സംവദിക്കുന്നത്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു, അതിര് കഴിഞ്ഞവരെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരാവരുത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, തീർച്ചയായും അള്ളാഹു നിങ്ങളുടെ എല്ലാ പാപങ്ങളും പുറത്തു തരിക തന്നെ ചെയ്യും. ഇങ്ങനെയുള്ള ഒരു ആശ്വാസവാക്യം സൂറത്ത് സുമറിലെ 53 മുതൽ 60 വരെയുള്ള വചനങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നിട്ട് നമ്മെ ഉണർത്തുന്നുണ്ട്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വ യഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ഈ ഒരു വചനത്തെ കൂടി ഇതിലേക്ക് ചേർത്ത് വായിക്കാൻ നമുക്ക് സാധിക്കും. അതായത് അള്ളാഹു ഒരിക്കലും എന്ത് പൊറുക്കുകയില്ല? ഷിർക്ക് പൊറുക്കുകയില്ല എന്നുള്ള ഉണർത്തൽ കൂടി ഇതിൻ്റെ തഫ്സീറിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. സൂറത്ത് സുമറിലെ 68 മുതൽ 75 വരെയുള്ള വചനത്തിൽ കാഹളത്തിൽ ഊതപ്പെടും, അതുപോലെ തന്നെ വിചാരണ, സാക്ഷികൾ എന്നുള്ള വിഷയത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. കാഹളത്തിൽ ഊതപ്പെടുക എന്ന് പറഞ്ഞാൽ വനുഫിഖ ഫിസ്സൂർ, കാഹളത്തിൽ ഊതപ്പെടുക, അതായത് യൗമുൽ ഖിയാമ. അത് യൗമുൽ ഖിയാമയത്തിൻ്റെ അലാമത്തായിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സൃഷ്ടികളെ എല്ലാവരെയും വിചാരണയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടുകയും ആ ഹിസാബിന് വേണ്ടിയിട്ട് സാക്ഷികളെയും അവൻ്റെ രേഖ ഗ്രന്ഥത്തെയും കൊണ്ടുവരുന്ന ഒരു സന്ദർഭം സൂറത്ത് സുമറിൽ 68 മുതൽ 75 വരെയുള്ള വചനങ്ങളിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ വിചാരണയ്ക്ക് ശേഷം ഒരു കൂട്ടം ജനങ്ങളെ നരകത്തിലേക്കും ഒരു കൂട്ടം ജനങ്ങളെ സ്വർഗത്തിലേക്കും ആനയിക്കുന്ന ഒരു ചിത്രം നമുക്ക് 68 മുതൽ 75 വരെയുള്ള വചനങ്ങളിൽ നിന്ന് കാണുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വസീഖല്ലദീന കഫറൂ ഇലാ ജഹന്നമ സുമറാ, അവിശ്വസിച്ചവർ നരകത്തിലേക്ക് കൂട്ടം കൂട്ടമായി നയിക്കപ്പെടും എന്നുള്ള ഒരു പ്രഖ്യാപനം സൂറത്ത് സുമറിൻ്റെ അവസാന ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അഥവാ അവിശ്വാസികളെ കുറിച്ചാണ് അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിപാദിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ സൂറത്തിൻ്റെ പേര് തന്നെ സുമറാണ്. സുമർ എന്ന് പറഞ്ഞാൽ കൂട്ടം എന്നൊക്കെയാണ് നമുക്ക് വിവക്ഷയായിട്ട് പറയാൻ സാധിക്കുക. അതുപോലെ തന്നെ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുന്ന ഒരു കൂട്ടം ജനങ്ങളെക്കുറിച്ച് നമുക്ക് ഈ സൂറത്തിൻ്റെ അവസാന ഭാഗത്തിൽ വായിച്ചെടുക്കാൻ സാധിക്കും. വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറാ, അല്ലാഹുവിനെ സൂക്ഷിച്ചവർ സ്വർഗത്തിലേക്ക് കൂട്ടം കൂട്ടമായി നയിക്കപ്പെടും. എന്നിട്ട് അതിൻ്റെ പാറാവുകാർ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അഥവാ അവരോട് പറയുന്ന ഒരു വാക്യമുണ്ട്, സലാമുൻ അലൈക്കും തിബുത്തും, നിങ്ങൾക്ക് സലാം, നിങ്ങൾക്ക് നിങ്ങൾ സുകൃതം ചെയ്ത് പരിശുദ്ധരായി എന്നുള്ള ഒരു വാക്യം സ്വർഗത്തിൻ്റെ പാറാവുകാർ ആശ്വാസവാക്യമായി കൊണ്ട് അവരെ ഗ്രീറ്റ് ചെയ്യുന്ന ഒരു സന്ദർഭവും നമുക്ക് ഈ വചനങ്ങളിലൂടെ വായിച്ചെടുക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ സൂക്തം, ഈ സൂറ, ഈ അധ്യായം അവസാനിക്കുന്നത് അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടാണ്. ഹിസാബിന് ശേഷം എല്ലാ സൃഷ്ടികൾക്കും കൃത്യമായ തോതിലുള്ള നീതി ലഭിച്ചതിന് ശേഷം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ഉച്ചത്തിലുള്ള ഒരു പ്രഖ്യാപിച്ചുകൊണ്ടാണ് സൂറത്തു സുമർ അവസാനിക്കുന്നത് എന്ന് നമുക്ക്
തഫ്സീറുകളിൽ നിന്ന് വായിച്ചെടുക്കുവാൻ സാധിക്കും. അടുത്ത സൂറത്താണ് സൂറത്തുൽ ഗാഫിർ. ആരംഭത്തിൽ പറഞ്ഞതുപോലെ ഈ സൂറത്തിന് മറ്റൊരു പേര് കൂടെയുണ്ട്, സൂറത്തുൽ മുഅ്മിൻ. ഈ സൂറത്തിൽ പ്രതിപാദിക്കുന്നത് 1 മുതൽ 6 വരെയുള്ള വചനങ്ങളിൽ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചുള്ള അവിശ്വാസികളുടെ തർക്കത്തെക്കുറിച്ചാണ്. ഈ അധ്യായം തുടങ്ങുന്നത് ഹാമീം തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ അലീം ഈ രൂപത്തിലാണ്. അതുപോലെ തന്നെ അതിൻ്റെ ആരംഭത്തിൽ ഗാഫിരി ദംബി വഖാബിലി തൗബ് എന്നുള്ള ഒരു പ്രയോഗം കൂടി നമുക്ക് കാണുവാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിൽപ്പെട്ട ഒരു വിശേഷമായിട്ട് നമുക്ക് ഈ 2 വചനങ്ങളെ ഗാഫിറും അതുപോലെ തന്നെ ഗാഫിരി ദംബി വഖാബിലി തൗബ്, അതായത് പാപം പൊറുക്കുന്നവനും പശ്ചാത്താപം സ്വീകരിക്കുന്നവനുമായുള്ളവൻ എന്നുള്ള ഒരു പ്രയോഗം കൂടി നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കും. അടുത്തതായി സൂറത്തുൽ ഗാഫിറിൻ്റെ 7 മുതൽ 20 വരെയുള്ള വചനങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സിംഹാസനമായിട്ടുള്ള അർശ്, ആ അർശ് വഹിക്കുന്ന മാലാഖമാരുടെ ഒരു പ്രാർത്ഥന പ്രതിപാദിക്കുന്നുണ്ട്. ആ മാലാഖമാർ ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, ആർക്കു വേണ്ടിയാണ് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്? അവർ സത്യവിശ്വാസികളുടെ ഗുണത്തിനും പാപമോചനത്തിനും വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ളത് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചില പ്രാർത്ഥനകൾക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പരിശോധിച്ച് നോക്കിയാൽ മലക്കുകൾ ആമീൻ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനും സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ അവസാന വചനങ്ങളിൽ നരകവാസികളുടെ ഒരു ചോദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ഫഹൽ ഖുറൂജു മിൻ സബീൽ, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ, ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ലേ എന്നുള്ളൊരു ചോദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നരകവാസികളെ തൊട്ട് ചോദിക്കുന്നുണ്ട്. അഥവാ അവരുടെ അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. ഇനി സൂറത്തുൽ ഗാഫിർ 20 മുതൽ 35 വരെയുള്ള വചനങ്ങളിൽ മൂസാ അലൈഹിസ്സലാമയും അതുപോലെ തന്നെ ഫിർഔനിൻ്റെയും ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ് വിശദീകരിക്കുന്നത്. നമുക്കറിയാം, വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ പ്രതിപാദിച്ചിട്ടുള്ളത് മൂസാ അലൈഹിസ്സലാമയെക്കുറിച്ചാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അർസൽനാ മൂസാ ബിആയാതിനാ, മൂസയെ ഫിർഔനിലേക്കും അതുപോലെ തന്നെ ഹാമാനിലേക്കും ഖാറൂനിലേക്കും അള്ളാഹുവിൻ്റെ ആയത്തുകളുമായിട്ട് ദൃഷ്ടാന്തങ്ങളുമായിട്ട് വചനങ്ങളുമായിട്ട് ഞാൻ അയക്കുകയുണ്ടായി. പക്ഷേ ഖാലൂ സാഹിറുൻ കദ്ദാബ്, ഈ പറഞ്ഞ 3 ആളുകളും ഫിർഔനും അവൻ്റെ മലവുകളും അവൻ്റെ കൂട്ടരും അതിൽപ്പെട്ട ഹാമാനും ഖാറൂനും എന്താണ് പറഞ്ഞത്? സാഹിറുൻ കദ്ദാബ്, അവൻ എന്താണ്? സിഹർ ബാധിച്ചിട്ടുള്ള, സിഹർ ചെയ്യുന്ന ഒരു കദ്ദാബാണ്, കള്ളവാദിയാണ് എന്നുള്ള രൂപത്തിലാണ് മൂസാ അലൈഹിസ്സലാമയെ ഇവിടെ അവർ പ്രതികരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ മൂസാ അലൈഹിസ്സലാമയെ കൊല്ലാനുള്ള ഫിർഔനിൻ്റെ താല്പര്യം പ്രകടമാക്കുന്ന ആയത്തുകളും നമുക്ക് ഈ വചനങ്ങളിൽ നിന്ന് 20 മുതൽ 35 വരെയുള്ള വചനങ്ങളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഫിർഔനിൻ്റെ ജനതയിൽപ്പെട്ട ഒരു വിശ്വാസി, ഉറക്കെ വിളിച്ചു പറയാത്ത അവരുടെ കൂട്ടത്തിലുള്ള മൂസാ നബിയുടെ സന്ദേശത്തിൽ വിശ്വസിച്ച ഒരാളുടെ ഒരു വക്കാലത്ത് അഥവാ പറയാതെ പറയുന്ന ഒരു സന്ദർഭം കൂടെ വളരെ വിശദമായിട്ട് വിശദീകരിക്കുന്നതായിട്ട് നമുക്ക് തഫ്സീറുകളിൽ കാണുവാൻ സാധിക്കും. 35 മുതൽ 45 വരെയുള്ള വചനങ്ങളിൽ മൂസാ നബിയുടെ ചരിത്രമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫിർഔനിൻ്റെ ഒരു പ്രസ്താവന നമുക്ക് കാണുവാൻ സാധിക്കും. യാ ഹാമാൻ ഇബ്നി ലി സ്വറഹൻ എന്ന് തുടങ്ങുന്ന അല്ലെങ്കിൽ എന്ന ഭാഗം ഉൾപ്പെട്ടിട്ടുള്ള ഒരായ. സത്യത്തിൽ പറഞ്ഞാൽ മൂസാ അലൈഹിസ്സലാമയെ ഫിർഔൻ പരിഹസിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യമായിട്ടാണ് നമുക്ക് ഈ ഒരു ഭാഗത്തെ നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കുക. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഹാമാനോട് ഫിർഔൻ കൽപ്പിക്കുകയാണ്, അല്ലയോ ഹാമാനെ, എനിക്ക് നീ ഒരു സൗധം പണിതു തരണം. എന്തിനു വേണ്ടിയിട്ടാണ്? മൂസ ഈ ജൽപ്പിക്കുന്ന, മൂസ പറഞ്ഞിട്ടുള്ള ഈ അള്ളാഹുവിനെ എനിക്ക് ആ സൗധത്തിൽ കയറി ആകാശത്തുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് എന്നുള്ള ഒരു പുച്ഛകരമായിട്ടുള്ള ഒരു വർത്തമാനം നമുക്ക് വിശുദ്ധ ഖുർആനിൽ നിന്ന് ഫിർഔനിൻ്റെ മറുപടിയായിട്ട് വായിച്ചെടുക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ തർക്കിക്കുന്നവരെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചിട്ടുള്ള ചില പദങ്ങളും മുതകബ്ബിർ, ജബ്ബാർ, മുസ്രിഫ്,
മുർത്താബ് എന്നൊക്കെയാണ് പ്രയോഗിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സൂറത്തുൽ ഗാഫിർ 45 മുതൽ 51 വരെയുള്ള വചനങ്ങളിൽ നരകത്തിങ്കൽ പ്രദർശിപ്പിക്കപ്പെട്ടവർ എന്നൊരു പ്രത്യേകമായിട്ടുള്ള വിഷയം പ്രതിപാദിക്കുന്നുണ്ട്. ആരാണ് നരകത്തിങ്കൽ വൈകുന്നേരവും അതുപോലെ തന്നെ രാവിലെയും പ്രഭാതത്തിലും പ്രദോഷത്തിലും പ്രദർശിപ്പിക്കപ്പെടുന്നവർ? അത് ഫിർഔനും അവൻ്റെ മലവുകളുമാണ്. ഫിർഔന വ മലഇഹി. അവരെ നരകത്തിൽ എന്ത് ചെയ്യുകയാണ്? പ്രദോഷത്തിലും പ്രഭാതത്തിലും പ്രദർശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അന്നാറു യുറദൂന അലൈഹ ഉദുവൻ വ അശിയ എന്ന് നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ സൂറത്തുൽ ഗാഫിർ 52 മുതൽ 59 വരെയുള്ള വചനങ്ങളിൽ വിഷയം ഇഹത്തിലും പരത്തിലും അള്ളാഹുവിൻ്റെ സഹായം ആർക്കാണ് എന്നതിനെ കുറിച്ചാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇന്നാ ലനൻസുർ റുസുലനാ വല്ലദീന ആമനൂ ഫിൽ ഹയാത്തിദ് ദുനിയ. തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഹത്തിലും പരത്തിലും സഹായം നൽകുന്നത് സത്യവിശ്വാസികൾക്കും അവൻ്റെ റസൂലുകൾക്കുമാണ് എന്നുള്ളത്. അതിനുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ പ്രവാചകന്മാരുടെ ചരിത്രം വായിച്ചു നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഫിർഔനിൽ നിന്ന് മൂസാ നബിയെ രക്ഷപ്പെടുത്തിയിട്ടുള്ള ആ ചരിത്രം, അതുപോലെ ഇങ്ങനെയുള്ള ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കും. സൂറത്തുൽ ഗാഫിർ 60 മുതൽ 66 വരെയുള്ള വചനങ്ങളിൽ പ്രതിപാദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പ്രാർത്ഥന തന്നെയാണ് ആരാധന എന്നുള്ള വിഷയമാണ്. അദ്ദുആഉ ഹുവൽ ഇബാദ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദുആഉ മുഖുൽ ഇബാദ. പ്രാർത്ഥന തന്നെയാണ് ആരാധന, പ്രാർത്ഥന തന്നെയാണ് ആരാധനയുടെ മജ്ജ എന്നൊക്കെയുള്ള രൂപത്തിലുള്ള ഒരുപാട് റസൂലിൻ്റെ ഹദീസുകൾ നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കും. ഇതിൽ അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള പ്രയോഗമുണ്ട്. ഈ വിശുദ്ധ ഖുർആനിൽ ഒരുപാട് തവണ വ്യത്യസ്ത സൂറകളിലായിട്ട് വ്യത്യസ്ത ആയത്തുകളായിട്ട് റിപ്പീറ്റ് ചെയ്ത ഒരു ആയത്താണ് ഖുൽ വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബു ലക്കും. ഈ ഒരു പ്രയോഗം വിശുദ്ധ ഖുർആനിൽ റിപ്പീറ്റഡ് ആയിട്ട് ആവർത്തിച്ച് വന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. റസൂലെ, നീ പറഞ്ഞു കൊടുക്കുക, അവർ എന്നോട് ചോദിക്കട്ടെ, അസ്തജിബു ലക്കും, ഞാൻ അവർക്ക് ഉത്തരം നൽകാം എന്നുള്ള പ്രയോഗം ഇവിടെ വളരെ പ്രസക്തമാണ്. അതുപോലെ തന്നെ ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദി സയദ്ഖുലൂന ജഹന്നമ ദാഖിലീൻ. അഹംഭാവം നടിച്ചവർ നിന്ദ്യരായി നരകത്തിൽ പ്രവേശിക്കുമെന്നുള്ള ഒരു താക്കീത് കൂടെ ഈ വചനങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. സൂറത്തുൽ ഗാഫിർ 67 മുതൽ 78 വരെയുള്ള വചനങ്ങളിൽ ഇന്നത്തെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ചർച്ചാ വിഷയമായിട്ടുള്ള മനുഷ്യ ഉത്ഭവത്തെക്കുറിച്ചും അവൻ്റെ വളർച്ചാ ഘട്ടങ്ങളെക്കുറിച്ചുമാണ് ചർച്ച ചെയ്യുന്നത്. സൂറത്തുൽ ഗാഫിറിലെ 67-ാമത്തെ വചനത്തിൽ ഹുവല്ലദീ ഖലഖകും മിൻ തുറാബിൻ സുമ്മ മിൻ നുത്ഫത്തിൻ സുമ്മ മിൻ അലഖത്തിൻ സുമ്മ യുഖ്രിജുകും ത്വിഫ്ലൻ സുമ്മ ലിതബ്ലുഉ അശുദ്ദകും സുമ്മ ലിതകൂനു ശുയൂഖൻ വമിൻകും മൻ യുതവഫാ മിൻ ഖബൽ വലിതബ്ലുഉ അജലൻ മുസമ്മ വലഅല്ലകും തഅഖിലൂൻ. ഇവിടെ കുറച്ച് പ്രത്യേകമായിട്ടുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. മിൻ തുറാബിൻ, ആദ്യം അള്ളാഹു മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത്, ദ വെരി ഫസ്റ്റ് ക്രിയേഷൻ, ഏറ്റവും ഒന്നാമത്തെ സൃഷ്ടിപ്പ് എന്നുള്ളത് മണ്ണിൽ നിന്നാണ്, മിൻ തുറാബിൻ. പിന്നീട് മനുഷ്യകുലത്തിനെ അവൻ പരമ്പരാഗതമായി കൊണ്ടുപോകുന്നത് മിന്നു തുഫത്തിൻ, അവൻ ഇന്ദ്രിയ തുള്ളിയിൽ നിന്നാണ്. അതുപോലെ തന്നെ മിൻ അലഖത്തിൻ, അതുപോലെ തന്നെ രക്തപിണ്ഡത്തിൽ നിന്നും. പിന്നീട് അവൻ നിങ്ങളെ ശിശുക്കളാക്കി. അതുപോലെ തന്നെ പൂർണ്ണ ശക്തി പ്രാപിക്കും വരേക്കും നിങ്ങൾക്ക് അവൻ ശക്തി നൽകി എന്നൊക്കെ അശുദ്ധക്കും അഥവാ യൗവനത്തെ സൂചിപ്പിക്കുന്ന ചില പദങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. പിന്നെ വാർദ്ധക്യത്തെക്കുറിച്ചുമുള്ള ശുയൂഖൻ എന്നുള്ള പ്രയോഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങൾ, ഇൻഫൻസി, ശൈശവം, അവൻ്റെ യുവത്വം, അവൻ്റെ വാർദ്ധക്യം എന്നീ ഘട്ടങ്ങളെക്കുറിച്ച് വളരെ വിശദമായിട്ട് വിശദീകരിക്കുന്നുണ്ട് എന്നർത്ഥം. അതിൽ പ്രത്യേകിച്ചും പറയുന്നുണ്ട്, ചില ആളുകൾക്ക് അള്ളാഹു വിധി നിർണയിച്ചിട്ടുണ്ടാവും, അഥവാ ചില ആളുകൾക്ക് വൃദ്ധന്മാരായിട്ടായിരിക്കും മരിക്കുക. പക്ഷേ ഒരു എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അതായത് അതിൻ്റെ മുമ്പും മരിച്ചു പോകുന്നവർ നിങ്ങളിലുണ്ട് എന്നുള്ളൊരു പ്രഖ്യാപനവും ഒരു അള്ളാഹുവിൻ്റെ പ്രതിപാദിക്കലും നമുക്ക് കാണുവാൻ സാധിക്കും. സൂറത്തുൽ ഗാഫിർ 78 മുതൽ 85 വരെ ഉള്ള വചനങ്ങളിലുള്ള പ്രത്യേക പ്രതിപാദ്യ വിഷയം നബിമാരുടെ ദൃഷ്ടാന്തങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അനുമതി അനിവാര്യമാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, പ്രവാചകന്മാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് മുഅ്ജിസത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ തഫ്സീറിൽ നമുക്ക് കാണുവാൻ സാധിക്കും.
1,24,000 പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നും ഈ 1,24,000 പ്രവാചകന്മാരിൽ 313 റസൂലുകളുമുണ്ട് എന്നുള്ള കാര്യം നമുക്ക് തഫ്സീറിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. വമാ കാന ലിറസൂലിൻ യഅതി ബിആയത്തിൻ ഇല്ലാ ബിഇദ്നിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഏതൊരു റസൂലിനും അള്ളാഹുവിൻ്റെ അനുമതിയില്ലാതെ ദൃഷ്ടാന്തം കൊണ്ടുവരിക അസാധ്യമാണ്. നമുക്കറിയാം, മൂസ അലൈഹിസ്സലാമയുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ അള്ളാഹുവിൻ്റെ കൽപ്പന അൽഖിയ മൂസ ആ വടി അങ്ങോട്ട് ഇട്ടള. അതെന്താണ് അള്ളാഹുവിൻ്റെ കൽപ്പന? ഇതിനാണ്, അള്ളാഹുവിൻ്റെ ഇതിനാണ്. അതുപോലെ തന്നെ ഈ അധ്യായം അവസാനിക്കുന്നത് അവിശ്വാസികളുടെ നഷ്ടത്തെക്കുറിച്ച് വളരെ വലിയ രീതിയിൽ പ്രതിപാദിച്ചുകൊണ്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. വഖസിറ ഹുനാലികൽ കാഫിറൂൻ എന്ന പ്രഖ്യാപനമായിട്ടാണ് സൂറത്തുൽ ഗാഫിർ അവസാനിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അടുത്ത സൂറത്താണ് സൂറത്തുൽ ഹാമീം സജദ അഥവാ സൂറത്തുൽ ഫുസില. സൂറത്തുൽ ഫുസിലത്തിലെ 1 മുതൽ 8 വരെയുള്ള വചനങ്ങൾ പ്രതിപാദിക്കുന്നത് സക്കാത്തിനെ കുറിച്ചാണ്. നമുക്കറിയാം, നമ്മുടെ ഇസ്ലാമിലെ ഏറ്റവും വലിയ വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കർമ്മമാണ് സക്കാത്ത് എന്നുള്ളത്. അല്ലദീന ലാ യുതൂന സക്കാത്ത വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞിട്ടുള്ളത്, താരതമ്യം ചെയ്ത് പറഞ്ഞിട്ടുള്ളത് സക്കാത്തിനെ പരലോകത്തോടാണ്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? മുശ്രിക്കുകളുടെ സ്വഭാവമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 2 കാര്യങ്ങൾ എണ്ണി പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, മുശ്രിക്കുകളുടെ സ്വഭാവത്തിൽപ്പെട്ടതായിരുന്നു. 2 സ്വഭാവ ഗുണങ്ങളാണ് അവർക്കുണ്ടായിരുന്നത്. ഒന്ന്, അവർ സക്കാത്ത് നൽകിയിരുന്നില്ല. അതുപോലെ തന്നെ അവർക്ക് പരലോകത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സക്കാത്തിൻ്റെ സ്ഥാനമാണ്. അതുപോലെ തന്നെ ഇസ്ലാമിക ചരിത്രം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഹുറൂബുർ റിദ്ദ അതിൻ്റെ പശ്ചാത്തലം ഇതിലേക്ക് ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു കൃത്യമായുള്ള ചിത്രം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. സൂറത്ത് ഹാമീം സജ്ദ 8 മുതൽ 13 വരെയുള്ള വചനങ്ങളിൽ ആകാശഭൂമികളുടെയും ആഹാരമാർഗങ്ങളുടെയും സൃഷ്ടിപ്പിനെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖലഖൽ അർള ഫീ യൗമൈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയെ സൃഷ്ടിച്ചിട്ടുള്ളത് 2 ദിവസങ്ങൾ കൊണ്ടാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമി സൃഷ്ടിച്ച് നിർത്തിയേക്കല്ല, അവൻ അവസാനിപ്പിച്ചിരിക്കുകയല്ല. എന്താ ചെയ്തിട്ടുള്ളത്? അവിടെയുള്ള എല്ലാ സൃഷ്ടിജാലങ്ങൾക്കും ആഹാരം, ഉപജീവനത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഏർപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് സൂറത്തുൽ ഹാമീം സജ്ദയിലെ 8 മുതൽ 13 വരെയുള്ള വചനങ്ങളിൽ നിന്ന് വായിച്ചെടുക്കുവാൻ സാധിക്കും. പിന്നീട് ആകാശഭൂമികളുടെ കുറിച്ചുള്ള സൃഷ്ടിപ്പിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഫുമ്മസ്തവ ഇല സമാഇ വഹുവ ദുഖാനൻ. ആകാശത്തിൻ്റെ ആദ്യത്തെ ഘട്ടത്തെക്കുറിച്ച്, കോസ്മോളജിയിലെ ആദ്യത്തെ ഘട്ടത്തെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അതൊരു പുകയായിരുന്നു എന്നുള്ള ഒരു പ്രതിപാദ്യം നമുക്ക് കാണുവാൻ സാധിക്കും. 14 മുതൽ 18 വരെയുള്ള വചനങ്ങളിൽ ഖൗമ ആദിനെയും സമൂദിനെയും കുറിച്ചുള്ള പ്രതിപാദം നമുക്ക് കാണുവാൻ സാധിക്കും. ആദും സമൂദും വിശ്വാസികൾക്ക് ഒരു ദൃഷ്ടാന്തം എന്നുള്ള തരത്തിൽ അവരെ പ്രത്യേകം ചിത്രീകരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. സൂറത്ത് ഹാമീം സജദ 19 മുതൽ 25 വരെയുള്ള വചനങ്ങളിൽ മഹ്ശറിൽ മനുഷ്യൻ്റെ ശരീരാവയവങ്ങൾ സാക്ഷി പറയുന്നതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ഹിസാബിൻ്റെ സന്ദർഭത്തിൽ നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ വായക്ക് മുദ്ര വെക്കുകയും നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്യും. നമുക്കെതിരെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും സാക്ഷി പറയും. അന്ന് തൊലിയുമായിട്ടുള്ള ഒരു തർക്കത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായിട്ട് വിശദീകരിക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്തിൽ. സൂറത്തുൽ ഹാമീം സജദ 26 മുതൽ 32 വരെയുള്ള വചനങ്ങളിൽ വിശ്വസിക്കുകയും നേർവഴിക്ക് ചരിക്കുകയും ചെയ്തവർക്ക് മാലാകമാരുടെ സന്തോഷ വാർത്തയുണ്ട് എന്നുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള വചനം നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫു വലാ തഹ്സനു. നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ വ്യസനിക്കേണ്ട, അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിട്ടുള്ള ആ സ്വർഗീയ പൂന്തോപ്പ് നിങ്ങൾക്കുണ്ട് എന്നുള്ള ഒരു ആശ്വാസവാക്യം നമുക്ക് ഈ സൂറത്തിൽ നിന്ന് കാണുവാൻ സാധിക്കും. സൂറത്തുൽ ഹാമീം സജദ 33 മുതൽ 46 വരെയുള്ള വചനങ്ങളിൽ അള്ളാഹുവിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നവൻ്റെ സ്ഥാനം വളരെ മഹത്തരമാണ് എന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളായ സൂര്യൻ, ചന്ദ്രൻ എന്നിവയ്ക്ക് സുജൂദ് ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ജുസ് ഇവിടെ അവസാനിക്കുന്നത്.
അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ദഅവത്തിന്റെ വളരെ സുപ്രധാനമായിട്ടുള്ള പ്രാധാന്യത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അഹ്സനു ഖൗൽ എന്ന ഏറ്റവും നല്ല വാക്ക്. അതുപോലെ തന്നെ വലാ തസ്തവിൽ ഹസനതു വലസ് സയ്യിഅ ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ. ഒരിക്കലും നന്മയും തിന്മയും സമമാകുകയില്ല, നിങ്ങൾ തിന്മയെ ഏറ്റവും നല്ലതിനെ കൊണ്ട് തടുക്കുക എന്നുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഉപദേശവും വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹാമീം സജദയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലദീ ഖലഖകും മിൻ തുറാബ് ثم من نطفة ثم من علقة ثم يخرجكم طفلا ثم لتبلغوا أشدكم ثم لتكونوا شيوخا ومنكم من يتوفى من قبل ولتبلغوا أجلا مسمى ولعلكم تعقلون. ബഹുമാന്യരെ, 24-ാം ജുസയിലെ ശ്രദ്ധേയമായ പ്രതിപാദ്യ വിഷയമായ മനുഷ്യ സൃഷ്ടിപ്പും ഘട്ടങ്ങളും എന്നതാണ് സൂറത്തു അൽ മുഅ്മിൻ. അതുപോലെ സൂറത്തുൽ ഗാഫിർ എന്ന് ഈ സൂറത്തിന് പേരുണ്ട്. അതിൽ 67-ാമത്തെ ആയത്താണ് ഇന്ന് ഈ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. ഈ ആയത്തിൽ അള്ളാഹു പറയുന്നു, അവനത്രേ നിങ്ങളെ മണ്ണിൽ നിന്നും പിന്നെ ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നും അഥവാ ശുക്ല ബീജത്തിൽ നിന്നും പിന്നീട് രക്തപിണ്ഡത്തിൽ നിന്നുമായി സൃഷ്ടിച്ചവൻ. പിന്നീട് നിങ്ങളെ അവൻ ശിശുക്കളാക്കി പുറത്തു വരുത്തുന്നു. പിന്നെ നിങ്ങൾ നിങ്ങളുടെ പൂർണ്ണ ശക്തി അഥവാ യൗവനം പ്രാപിക്കും വരേക്കും വളർത്തിക്കൊണ്ടുവരുന്നു. പിന്നെ നിങ്ങൾ വൃദ്ധന്മാർ ആയിത്തീരുന്നതുവരേക്കും അവശേഷിപ്പിക്കുന്നു. അതിനു മുമ്പേ കാലം തീർന്നു മരണപ്പെട്ടു പോകുന്നവരും നിങ്ങളിലുണ്ട്. നിർണയിക്കപ്പെട്ട ഒരവധിയിൽ നിങ്ങൾ എത്തിച്ചേരേണ്ടതിനും നിങ്ങൾ മനസ്സിരുത്തുവാൻ വേണ്ടിയുമാകുന്നു ഇതെല്ലാം. ഈ ആയത്തിൽ പ്രധാനമായും സൃഷ്ടിപ്പിൻ്റെ 7 ഘട്ടങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഒന്നാമത്തെ ഘട്ടം മിൻ തുറാബ്, രണ്ടാമത്തേത് മിൻ നുതുഫത്ത്, മൂന്നാമത്തേത് മിൻ അലക്കത്ത്. പിന്നെ അത് മണ്ണിൽ നിന്ന് അഥവാ രണ്ടാമത് ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് രക്തപിണ്ഡത്തിൽ നിന്ന് പിന്നെ പ്രസവത്തിന് ശേഷം ശിശുക്കളായി പുറത്തു വരുന്ന ഒരു ഘട്ടം. പിന്നെ മനുഷ്യ ജീവിതത്തിൽ ആകുന്ന ഒരു ഘട്ടം അഥവാ യൗവനം മുതൽ വാർദ്ധക്യം വരെ. പിന്നെ വാർദ്ധക്യമാകുന്ന ഒരു ഘട്ടവും അവസാനമായി 7-ാമത്തെ മരണം എന്നുള്ള ഒരു ഘട്ടവും. ഇതിൽ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുവാൻ തയ്യാറല്ലാത്തവരോട് തങ്ങളുടെ സ്വന്തം സൃഷ്ടിയുടെ ആരംഭം മുതൽ മരണം വരെയുള്ള അവസ്ഥാവിശേഷങ്ങളെപ്പറ്റി ചിന്തിച്ചു നോക്കുവാൻ അള്ളാഹു കൽപ്പിക്കുന്നു. അള്ളാഹു അവരുടെ ആദ്യ സൃഷ്ടിയുടെ കർത്താവായ അള്ളാഹുവിന് അവരെ ജീവിപ്പിക്കുവാൻ അതുപോലെ തന്നെ പുനർജീവിപ്പിക്കുവാനും നിശ്ചയമായും കഴിവുണ്ടെന്നും അനേകം സ്ഥിതി മാറ്റങ്ങൾക്ക് വിധേയരായ അവർ വീണ്ടും ചില മാറ്റങ്ങൾ കൂടി വിധേയരാകുന്നതിൽ അസാങ്കേത്വം ഒന്നുമില്ലെന്നും അപ്പോൾ അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയും. മനുഷ്യൻ്റെ ഉത്ഭവം മുതൽ മരണം വരെയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ വാസ്തവത്തിൽ കണക്കറ്റതാകുന്നു. എങ്കിലും അവയിൽ പ്രധാനമായും 7 ഘട്ടങ്ങളാണ് ഈ അള്ളാഹു ഈ ആയത്തിലൂടെ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. ഇതിൽ ആദ്യത്തെ ഘട്ടം മണ്ണിൽ നിന്ന് അഥവാ മിൻ തുറാബ്. മനുഷ്യപിതാവ് ആദം നബി അലൈഹിസ്സലാം സൃഷ്ടിക്കപ്പെട്ടത് മണ്ണിൽ നിന്നാണെന്ന് ഖുർആൻ നിരവധി ആയത്തുകളിൽ പറയുന്നുണ്ട്. ഈ മണ്ണ് എന്ന് പറയുന്നത് പല തരത്തിലും പല സ്വഭാവത്തിലുമുള്ളൊരു വസ്തുവാണ് മണ്ണ്. അവക്കെല്ലാം പൊതുവെ പറയുന്ന ഒന്നാണ് തുറാബ് എന്നത്. അതിനാൽ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ഏത് തരം മണ്ണിൽ നിന്നാണ് എന്ന ചോദ്യം പ്രസക്തമാണ്. അപ്പോൾ അതിനുള്ള ഉത്തരമായിട്ട് തന്നെ അത് കളിമണ്ണിൽ നിന്നാണെന്ന് അള്ളാഹു മറ്റൊരു ഖുർആൻ ആയത്തിൽ അള്ളാഹു പറയുന്നു. അതുപോലെ തന്നെ കളിമണ്ണും പല രൂപത്തിലുമുണ്ട്. അപ്പോൾ ഏത് തരം കളിമണ്ണിൽ നിന്നാണ് എന്നുള്ള ചോദ്യം ഉണ്ടാകുന്നു. അതിനുള്ള മറുപടിയായിട്ട് മുട്ടിയാൽ ശബ്ദമുണ്ടാക്കുന്ന ഖുർആൻ ഉപയോഗിച്ച അറബി പദം സൊൽസ്വാൽ എന്നുള്ളതാണ്. അതുപോലെ തന്നെ പശിമയുള്ള കുഴഞ്ഞ മണ്ണ് മസ്നൂൻ എന്നും ഖുർആൻ പറഞ്ഞത്. അതിനാൽ ആദം നബി അലൈഹിസ്സലാം സൃഷ്ടിക്കപ്പെട്ടത് മണ്ണിൽ നിന്നാണെന്നാണ് ഈ പരാമർശത്തിൽ നിന്നെല്ലാമുള്ള ഈ സൂചനകൾ അള്ളാഹു ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്.
ഇതിൽ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചതിനെ അള്ളാഹുവിൻ്റെ ഒരു ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതായിട്ടാണ് സൂറത്തു റൂമിലെ 20-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്. നമ്മൾ മണ്ണിൽ അടങ്ങിയിട്ടുള്ള എലമെൻസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അതിൽ മേജർ ആൻഡ് മൈനർ എലമെൻസുകളുണ്ട്. പ്രധാന മൂലകങ്ങളായിട്ടുള്ള കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ എന്നിവയും അതുപോലെ തന്നെ ചെറിയ മൂലകങ്ങളായിട്ടുള്ള ഫോസ്ഫറസ്, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ, സോഡിയം, ക്ലോറിൻ, ഈ ചെറിയ മൂലകങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മൊത്തം 11 മൂലകങ്ങൾ കൊണ്ടാണ് 99.9% നമ്മളെ മനുഷ്യ ശരീരം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൽ മേജർ എലമെൻസിനെ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള എല്ലാ മൂലകങ്ങളും മണ്ണിൽ നിന്നാണ് വരുന്നതും മണ്ണിൽ അടങ്ങിയിട്ടുള്ള അതേ മൂലകങ്ങൾ തന്നെയാണ് മനുഷ്യൻ്റെ ശരീരത്തിലുമുള്ളത്. അപ്പോൾ നമ്മുടെ മനുഷ്യരും മണ്ണും തമ്മിൽ ശക്തമായ ഒരു ഇൻ്റർഡിപ്പെൻഡൻസ് നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ സൃഷ്ടിപ്പ് ജലത്തിൽ നിന്നാണെന്നും പറയുന്നുണ്ട്. മണ്ണിൽ നിന്നാണെന്ന് പറയുന്ന പോലെ തന്നെ ജലത്തിൽ നിന്നാണെന്ന് പറയുന്നുണ്ട്. സൂറത്തു അംബിയായിലെ 30-ാമത്തെ ആയത്തിൽ എല്ലാ ജീവവസ്തുക്കളെയും നാം വെള്ളത്തിൽ നിന്നാണ് സൃഷ്ടിച്ചത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സൂറത്തു നൂറിലെ 45-ാം ആയത്തിൽ എല്ലാ ജന്തുക്കളെയും വെള്ളത്തിൽ നിന്നാണെന്ന് പറയുന്നു. എല്ലാ ജന്തുക്കളെയും എന്ന് പരാമർശിക്കുമ്പോഴും എല്ലാ ജീവവസ്തുക്കളും എന്ന് പരാമർശിക്കുമ്പോഴും അതിൽ മനുഷ്യനും എന്തായാലും കടന്നു വരുന്നുണ്ട്. എങ്കിലും അള്ളാഹു മനുഷ്യനെ പ്രത്യേകമായി ഈ കാര്യം ഒന്നും കൂടി വ്യക്തമാക്കിയിട്ട് സൂറത്തുൽ ഫുർഖാനിലെ 54-ാമത്തെ ആയത്തിൽ മനുഷ്യനെ വെള്ളത്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് പറയുന്നുണ്ട്. ഇതിൽ വാസ്തവത്തിൽ ജൈവ വസ്തുവിൻ്റെ അടിസ്ഥാന ഘടകം ആണ് വെള്ളം. ഒരു കോശത്തിന്, ഒരു സെല്ലിൻ്റെ സംബന്ധിച്ചിടത്തോളം ഈ ജലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊരു ശരീരത്തിൻ്റെയും വിഘടനത്തിന് നമ്മൾ വിധേയമാക്കിയാൽ അതിൽ പ്രധാനമായും ലഭിക്കുക ജലം തന്നെയായിരിക്കും. മനുഷ്യ ശരീരത്തിൽ തന്നെ 60% ജലമാണ്. അത് ചെറിയ കുഞ്ഞായിരിക്കുന്ന മുതൽ വലിയ ഒരാളാവുന്നവരെ ജലത്തിൻ്റെ കണ്ടൻസിൽ വ്യത്യാസം ഉണ്ടാവും, പെർസെൻറ്റേജിൽ വ്യത്യാസം ഉണ്ടാവും. ഇനി നമ്മൾ മനുഷ്യനെ ജലത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതെന്ന് കാണിക്കുന്നു, അതുപോലെ തന്നെ മണ്ണിൽ നിന്നും മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടതെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് തമ്മിൽ വൈരുദ്ധ്യങ്ങൾ ഉള്ള പോലെയാണ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണാം. എന്നാൽ മനുഷ്യനെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്ന് മാത്രമാണെന്നോ വെള്ളത്തിൽ നിന്ന് മാത്രമാണെന്നോ വിശുദ്ധ ഖുർആൻ ഒരിടത്തും പറയുന്നില്ല. അതിനാൽ ഈ 2 വചനങ്ങളും നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ വെള്ളത്തിൻ്റെയും മണ്ണിൻ്റെയും മിശ്രിതത്തിൽ നിന്നാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് മാത്രമേ വരികയുള്ളൂ. ചുരുക്കത്തിൽ മനുഷ്യ ശരീരത്തിൽ മണ്ണിൽ അടങ്ങിയിട്ടുള്ള എല്ലാ എലമെൻസും, ധാതു ലവണങ്ങളും ഉണ്ട്. അതേപോലെ തന്നെ ജലാംശവും പ്രധാനമായും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതിനാൽ മനുഷ്യൻ കളിമണ്ണിൽ നിന്നും ജലത്തിൽ നിന്നും ആണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന ഖുർആൻ സൂക്തങ്ങൾ തമ്മിൽ വിശദീകരിക്കുമ്പോൾ വന്ന വൈരുദ്ധ്യമല്ല, മറിച്ച് സൃഷ്ടിക്കു വേണ്ടി അള്ളാഹു ഉപയോഗിച്ച മൂലകങ്ങളുടെ വൈവിധ്യമാണ് അവ വ്യക്തമാക്കുന്നത്. പിന്നെ തുടർന്ന് വരുന്ന ഘട്ടങ്ങൾ അത് മനുഷ്യൻ്റെ ആദ്യ സൃഷ്ടിപ്പിനെ കാണിക്കുന്നതായിരുന്നു. മണ്ണിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് പറഞ്ഞത്. പിന്നെ പരമ്പരകൾ നിർത്തുന്നതിന് വേണ്ടിയിട്ട് അഥവാ ഗർഭാശയത്തിലുള്ള മറ്റു ഘട്ടങ്ങളെ കുറിച്ചാണ് പിന്നീട് ആ ആയത്തിൽ പറയുന്നത്. അഥവാ മിൻ നുത്തുഫത്ത്, മിൻ അലക്കത്ത് എന്നിവ ആയത്തിൽ സൂചിപ്പിക്കുന്നത്. ഇന്ദ്രിയത്തുള്ളി അഥവാ രക്തപിണ്ഡത്തിൽ നിന്നെന്ന് പറയുന്നത്. ലൈംഗിക പ്രത്യുൽപാദനത്തിൽ വിവിധ ഘട്ടങ്ങളെ സൂചിപ്പിക്കുന്ന വചനങ്ങളാണ് ഇവ. സൂറത്തുൽ ഖിയാമയിൽ ഇതേപോലെ നുത്തുഫത്ത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സൂറത്തു നെഹലിൽ നുത്തുഫത്ത് എന്ന് പറയുന്നത്. ഇതെല്ലാം പുരുഷ ബീജത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ സൂറത്തുൽ ഇൻസാനിലെ സൂചിപ്പിക്കുന്നത് നുത്തുഫത്തു അംഷാജ് എന്നുള്ള വേർഡാണ്. അത് കൂടിച്ചേർന്നുണ്ടാകുന്ന ബീജത്തിനാണ് ഈ പ്രയോഗം ഉപയോഗിക്കുക. അതുപോലെ തന്നെ സൂറത്തുൽ അലക്കിൽ പറഞ്ഞിട്ടുള്ളത് ഭ്രൂണം എന്നത് ബീജസങ്കലനത്തിന് ശേഷമുള്ള ഈ സിക്താണ്ഡം എന്ന് പറയുന്നതിനാണ് സൂചിപ്പിക്കുന്നത്. ഈ ഭ്രൂണത്തെക്കുറിച്ച് ഖുർആൻ പ്രയോഗിച്ച അലക്ക് എന്ന അറബി പദത്തിനർത്ഥം പറ്റിപ്പിടിക്കുന്നത് എന്നാണ്. ശരീരത്തിൽ അള്ളിപ്പിടിക്കുന്ന ജീവിയായ അട്ടക്കും അറബിയിൽ അലക്ക് എന്നതാണ് പറയുക. ബീജസങ്കലനത്തിന് ശേഷം ഉണ്ടാകുന്ന സിക്താണ്ഡം ഗർഭാശയത്തിൽ അള്ളിപ്പിടിച്ചാണ് നിൽക്കുന്നത്. ഈ അവസ്ഥയിൽ ഭ്രൂണത്തിൻ്റെ ആകൃതി അട്ടയുടേതിന് തുല്യമാണ്.
ഭ്രൂണ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ വിവരിക്കുന്ന ഖുർആൻ വചനങ്ങളെല്ലാം കൃത്യമായി ശാസ്ത്രീയമായിട്ടുള്ള വിവരങ്ങൾ തന്നെയാണ് നൽകുന്നത്. ഇപ്പോൾ സൂറത്തുൽ മുഅ്മിനൂനിൽ മറ്റുള്ള ചില ഘട്ടങ്ങൾ കൂടി വിശദീകരിക്കുന്നുണ്ട്. 12 മുതൽ 14 കൂടിയിട്ടുള്ള വചനങ്ങളിൽ ഇതിൻ്റെ ശേഷം നുത്തുവത്തും അലക്കനും ശേഷം മുലാത്ത്, അതുപോലെ തന്നെ ഇലാമ്, ലഹം അഥവാ മാംസഭിന്നമായും എല്ലുകളും ആക്കി പിന്നെ മാംസം ധരിപ്പിച്ചു എന്നുള്ള ഘട്ടങ്ങൾ കൂടി അതിൽ വിശദീകരിക്കുന്നുണ്ട്. ഈ ഘട്ടങ്ങളെല്ലാം പഠനം നടത്തിയിട്ടുള്ള ഭ്രൂണശാസ്ത്രത്തിലും ശരീരഘടനയിലും പ്രമുഖനായ പ്രൊഫസർ കീതൽ മൂർ ഖുർആനിലും സുന്നത്തിലും പരാമർശിച്ച ഈ പദങ്ങളെ വെച്ച് അദ്ദേഹം ഒരു റിസർച്ച് ചെയ്ത് ആ അടിസ്ഥാനത്തിൽ മനുഷ്യഭ്രൂണങ്ങളെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് മോർഫോളജിക്കൽ ക്ലാസിഫിക്കേഷൻ അദ്ദേഹം ചെയ്തു. ഒരു പുതിയ സംവിധാനം നിർദ്ദേശിച്ചു, ഒരു ന്യൂ ക്ലാസിഫിക്കേഷൻ മെത്തേഡ്. ഈ സംവിധാനം വളരെ ലളിതവും സമഗ്രവും നിലവിലുള്ള എംബ്രിയോളജിക്കൽ നോളജുമായി പൊരുത്തപ്പെടുന്നതാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. മനുഷ്യഭ്രൂണങ്ങളെ ഈ തരംതിരിക്കുന്നതിനുള്ള ഒരു സംവിധാനം കീതൽ മൂറിൻ്റെ ഗവേഷണം വെളിപ്പെടുത്തി. അത് ഖുർആനുമായിട്ട് കൃത്യമായി യോജിച്ച് പോകുന്നതാണെന്നും അത് ഒരു മനുഷ്യന് ഇത് പറയാൻ പറ്റുന്നതല്ല. ഇത് ഒരു മൈക്രോസ്കോപ്പിൽ കൂടെ ഒക്കെ നോക്കിയാലാണ് ഈ പറഞ്ഞ ഷേപ്സ് കാര്യങ്ങളെല്ലാം ഇത് കാണുന്നത്. ഇതെല്ലാം അന്നേ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദൈവത്തിൻ്റെ ഇടപെടൽ അതിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ റിസർച്ച് ഡോക്ടർ TVN പേഴ്സൗട്ട്, ഡോക്ടർ E മാർഷൽ ജോൺസൺ, മാനിറ്റോബോ യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ പേഴ്സൗട്ട്, കാംബ്രിഡ്ജിൽ നിന്നുള്ള ഡോക്ടർ റോബർട്ട് എഡ്വേർഡ്, ഇവരോടൊക്കെ അദ്ദേഹം ഡിസ്കസ് ചെയ്തിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഈ റിസർച്ച് പബ്ലിഷ് കൂടി ചെയ്യുന്നത്. അതുപോലെ തന്നെ സൗദി അറേബ്യയിൽ എംബ്രിയോളജി കമ്മിറ്റിയും കാനഡയിലെയും ജപ്പാനിലെയും ഭ്രൂണശാസ്ത്ര സമിതി സമാനമായ ആൻസേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. ഖുർആൻ ദൈവവചനമാണെന്ന് ഇത് സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ ബുക്ക് നമുക്ക് അനാറ്റമിയിലും എംബ്രിയോളജിയിലും ഇപ്പോഴും പഠിക്കാനുള്ളതാണ്. ഇദ്ദേഹത്തിൻ്റെ ഈ ബുക്ക് 8 ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇനി അടുത്ത ഘട്ടമായിട്ട് ആ ആയത്തിൽ പറയുന്നത് മനുഷ്യൻ പിറന്നതിന് ശേഷം, ഭൂമിയിലേക്ക് പിറന്നു വീണ ശേഷം അവൻ്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിലൂടെ തന്നെ കടന്നു പോകുന്നു. മനുഷ്യൻ്റെ ഭ്രൂണത്തിൻ്റെ സമയത്ത് അത് വളരെ ദുർബലമായിട്ടുള്ള അവസ്ഥയായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ നഗ്നമായ കണ്ണുകൊണ്ട് പോലും കാണാൻ സാധിക്കാത്തതായിരുന്നു. ശേഷം ഗർഭപാത്രത്തിലെ ദുർബലമായ അവസ്ഥകൾ അവൻ തരണം ചെയ്തു. അങ്ങനെ ദുർബലനും ബലഹീനനുമായി അവൻ ജനിക്കുന്നു. മനുഷ്യൻ ജനിക്കുന്ന സമയത്ത് നമ്മൾ മൃഗങ്ങളുടെ കുട്ടികളെ ജനിക്കുമ്പോൾ അവക്കുള്ള ശക്തിയും അറിവും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. പിന്നീട് ശൈശവത്തിലൂടെ വളർന്നു അവനേക്കാൾ വലിയ പലതിനെയും നമ്മൾ സാധിക്കുന്ന യൗവന കാലഘട്ടത്തിലേക്ക് എത്തുന്നു. പിന്നീട് ജനന സമയത്ത് പോലെയുള്ള അശക്തതയുടെയും ദുർബലതയുടെയും ഘട്ടമായ വാർദ്ധക്യത്തിലേക്ക് കടക്കുന്നു. ഇങ്ങനെ ദുർബലതയിൽ നിന്ന് തുടങ്ങി വിവിധ ഘട്ടങ്ങൾ, ഈ എംബ്രിയോളജിക്കൽ ഘട്ടങ്ങൾ പറഞ്ഞ പോലെ ജീവിതത്തിലും ഇതേപോലെ പല ഘട്ടങ്ങളും നമ്മൾ താണ്ടി വീണ്ടും മനുഷ്യൻ ദുർബലതയിലേക്ക് തന്നെ കടക്കുന്നു. പിന്നെ ഇതിൻ്റെ ശേഷം ഉള്ള ഒരു ഘട്ടം കൂടി ഈ ആയത്തിൽ സൂചിപ്പിക്കുന്നു. അത് മരണമെന്ന ഘട്ടമാണ് സൂചിപ്പിക്കുന്നത്. ഈ ജീവിതത്തിലെ അവസാനത്തെ ഘട്ടമാണ് മരണം. ജനിച്ചു കഴിഞ്ഞാൽ മരിക്കുമെന്ന കാര്യത്തിൽ ഇന്ന് വരെ ആരും നിഷേധിച്ചിട്ടില്ല. മരണമെന്ന യാഥാർത്ഥ്യം ജീവനുള്ള എല്ലാത്തിനും ബാധകമാണെന്ന കാര്യം നമ്മൾ വേദഗ്രന്ഥം വെച്ചൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല. കാരണം മരണം വന്നത് എല്ലാവരും ഏകകണ്ഠേന അംഗീകരിക്കുന്ന കാര്യമാണ്. സൃഷ്ടിപ്പിൻ്റെ ഓരോ ഘട്ടവും എടുത്തു പറഞ്ഞ ശേഷം വിശുദ്ധ ഖുർആൻ മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സുമ്മ ഇന്നക്കും ബഅദ ദാലിക ലമയ്യിത്തൂൻ, പിന്നീട് തീർച്ചയായും നിങ്ങൾ അതിനുശേഷം മരിക്കുന്നവരാകുന്നു. ഇത് എപ്പോഴാണ്, എങ്ങനെയാണ്, എവിടെ വെച്ചാണ് എന്നൊന്നും ആർക്കും അറിഞ്ഞുകൂടാ. അത് നമ്മുടെ സ്രഷ്ടാവിന് മാത്രമേ അറിയൂ. ചിലർക്ക് ആയുഷ്കാലം കുറവായിരിക്കും, അവർ നേരത്തെ മരിച്ചു പോകുന്നു. മറ്റു ചിലർക്ക് ദീർഘായുസ് നൽകപ്പെടുന്നു. പിന്നെ വാർദ്ധക്യ നിമിത്തം അറിവും കഴിവും എല്ലാം നഷ്ടപ്പെട്ടു. കേവലം ശിശു എന്നുള്ള സ്റ്റേജിൽ തുടങ്ങി അവസാനം അതേപോലെ ശിശു സമാനമായി തീർന്ന ശേഷമേ അവൻ മരണമടയുകയുള്ളൂ. ഈ മരണത്തെ ജീവിതത്തിൻ്റെ അവസാനമായി ആളുകൾ വിലയിരുത്തുമ്പോൾ മരണത്തെ ഒരു ശാശ്വത ജീവിതത്തിലേക്കുള്ള പ്രവേശന മാർഗമായാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മരണചിന്ത അധികരിക്കുന്ന വഴി നമ്മൾ തിന്മകൾക്കും കടിഞ്ഞാടിടാനും നന്മകളിൽ മുന്നേറുവാനും മനുഷ്യനെ പ്രാപ്തനാക്കുന്നു. ജീവിത സുഖങ്ങളെല്ലാം വിച്ഛേദിക്കുന്ന മരണം വരാനുണ്ടെന്ന വിചാരം കരുതലോടെ
ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരെയും പ്രേരിപ്പിക്കുന്നു. അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ നിർവഹിച്ചുവെന്ന സംതൃപ്തമായ മരണം സാധ്യമാണോ? അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ. നമ്മെ സ്നേഹിക്കുന്നവരുടെ മുഴുവൻ ഉത്തരവാദിത്വവും പൂർണ്ണമായും നിർവഹിച്ചുവെന്ന ബോധ്യത്തോടെ അന്തസാർന്ന മരണം വരിക്കാൻ സർവശക്തൻ നമ്മെ തുണക്കട്ടെ. നിർത്തട്ടെ. വാഹൃദാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.